ഇത്തവണ കബനിയിലേക്കുള്ള എൻ്റെ വൈൽഡ് സഫാരി ഏറ്റവും വിശേഷപ്പെട്ടതായിരുന്നു. വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവരെ ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല നാഗർഹോളെ ടൈഗർ റിസർവിലെ ഈ വൈൽഡ് ലൈഫ് സഫാരി. വൈകുന്നേരം 3 മണിക്കാണ് കബനിയിലെ കനകക്കോട്ടെ സഫാരി സെൻറ്ററിൽ നിന്നും ഞങ്ങൾ ജിപ്സി സഫാരി ആരംഭിച്ചത്. വേനൽക്കാലമായതിനാൽ കാടെല്ലാം വരണ്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ ക്യാമറയിൽ പകർത്തിയത് ഈ മാനുകളുടെ ഭംഗിയുള്ള കൂട്ടത്തെയാണ്. ഒട്ടും നിരാശപ്പെടുത്താതെ പിന്നെ ഞങ്ങൾ നേരെ ചെന്നത് ഈ ടൈഗറിൻ്റെ മുന്നിലേക്കാണ്. യാതൊരു മൈൻഡും ചെയ്യാതെ ടൈഗർ സാവധാനം കുറ്റിക്കാട്ടിലേക്ക് നടന്നു നീങ്ങി. ടൈഗർ സൈറ്റിങ്ങിൻ്റെ കുറച്ചകലെയായി തെല്ലൊരു ഭയത്തോടെ ബാർക്കിംഗ് ഡെയർ നിൽക്കുകയാണ്. ബാർക്കിംഗ് ഡെയറിൻ്റെ കാഴ്ചകളെല്ലാം ഞാൻ ക്യാമറയിൽ പെട്ടെന്ന് പകർത്തിക്കൊണ്ടേയിരുന്നു. തെല്ലൊരു ഭയത്തോടെയാണ് ബാർക്കിംഗ് ഡെയർ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നത്. ഈ ബാർക്കിംഗ് ഡീറിൻ്റെ ശബ്ദവും പക്ഷിയുടെ ശബ്ദവുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മുടെ ജിപ്സി ഡ്രൈവർ ടൈഗർ സൈറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് വന്നത്. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാടിൻ്റെ ബി സോണിലേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു പാലത്തിൻ്റെ താഴെയായി വലിയൊരു ടൈഗറിനെ ഉറങ്ങിക്കിടക്കുന്നതായി കണ്ടു. ഭക്ഷണമെല്ലാം കഴിച്ച് നല്ല സുഖനിദ്രയിലാണ് ടൈഗർ. യാതൊരു കൂസലുമില്ല. ടൈഗർ എണീറ്റ് വരുന്ന കാഴ്ചകൾ ക്യാമറയിൽ പകർത്തുന്നതിന് വേണ്ടി ഞങ്ങളെല്ലാവരും അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു. പക്ഷേ ആശാൻ നല്ല സുഖനിദ്രയിലാണ്. അങ്ങനെ അത്യാവശ്യം ടൈഗർ സൈറ്റിംഗ് എല്ലാം ലഭിച്ചതിന് ശേഷം മടങ്ങുമ്പോഴാണ് ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു മരത്തിൻ്റെ മുകളിൽ ഒരു ലെപ്പേർഡിൻ്റെ സൈറ്റിംഗ് ലഭിച്ചതായി വിവരം ലഭിച്ചത്. ഉടനെ തന്നെ ഞങ്ങൾ ആ ലെപ്പേർഡിൻ്റെ സൈറ്റിങ്ങിൻ്റെ ഭാഗത്തേക്ക് എത്തി. ഒരു മരത്തിൻ്റെ കൊമ്പിൻ്റെ മുകളിൽ ലെപ്പേർഡ് സുഖമായി ഉറങ്ങുകയാണ്. കുറേ ദൂരെയായതിനാൽ പരമാവധി ക്യാമറ ലെൻസ് സൂം ചെയ്ത് പിക്ചറുകളും വീഡിയോകളും എല്ലാം പകർത്തി. പിന്നീട് അങ്ങോട്ട് ഈ ഗജവീരന്മാരുടെ കാഴ്ചകളായിരുന്നു. ഞങ്ങളെ കണ്ടതായി ഭാവിക്കാതെ അവർ മേഞ്ഞു നടക്കുകയാണ്. ഈ കൊമ്പൻ്റെയും ഫാമിലിയുടെയും കാഴ്ചകളെല്ലാം ഞാൻ ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരുന്നു. അത്രയ്ക്ക് മനോഹരമായിരുന്നു ഈ ആനക്കൂട്ടത്തിൻ്റെ കാഴ്ചകൾ. തൊട്ടടുത്തു തന്നെയുള്ള ഗ്രാസ് ലാൻഡിൽ സാമ്പാർ കൂട്ടങ്ങളും അതിനടുത്ത് തന്നെ മേഞ്ഞു നടക്കുന്ന കാട്ടുപോത്തിൻ്റെ കൂട്ടങ്ങളെയും കാണാൻ കഴിഞ്ഞു. ഇപ്രാവശ്യത്തെ സഫാരിയിൽ ഇത്രയധികം സൈറ്റിംഗ് ലഭിച്ചതിൽ ഞങ്ങളെല്ലാവരും വളരെയധികം സന്തോഷിച്ചു. അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ. കർണാടകയിലെ നാഗർഹോളെ ടൈഗർ റിസർവിൽ കബനി സഫാരി കൂടാതെ നാനാച്ചി ഗേറ്റ് സഫാരിയും അവൈലബിൾ ആണ്. സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടൈഗർ സൈറ്റിംഗ് ലഭിക്കുന്ന ഒരിടമാണ് നാഗർഹോളെ ടൈഗർ റിസർവിലെ ഈ കബനി വൈൽഡ് ലൈഫ് സഫാരി. ഇവിടുത്തെ ആനിമൽ സൈറ്റിങ്ങും കാടിൻ്റെ ഭംഗിയുള്ള കാഴ്ചകളും ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തുകയില്ല. രാവിലെയും വൈകുന്നേരവും 3 മണിക്കൂർ നീളുന്ന സഫാരിയാണ് കബനി വൈൽഡ് ലൈഫ് സഫാരിയിലുള്ളത്. നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഓൺലൈൻ ബുക്ക് ചെയ്താൽ മാത്രമേ സഫാരിക്കുള്ള അനുമതി ലഭിക്കുകയുള്ളൂ. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള KLR ജംഗിൾ റിസോർട്ടിലും നമുക്ക് ബുക്ക് ചെയ്തുകൊണ്ട് സഫാരി നടത്താം. സഫാരി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് കബനി റിസർവയറിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുടെ ഭാഗത്തേക്കായിരുന്നു. അതിമനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ദിവസം നാഗർഹോളെ ടൈഗർ റിസർവിൻ്റെ നാനാച്ചി ഗേറ്റ് സഫാരിയുടെയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. ഡ്രൈവറും ഗൈഡുമായ സന്തോഷേട്ടൻ്റെ ജിപ്സിയിലാണ് ഞങ്ങൾ നാനാച്ചി സഫാരി യാത്ര തിരിച്ചത്. കേരളത്തിലെ തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് നാനാച്ചി സഫാരി ഗേറ്റിലെത്താം. കബനിയിലെ പോലെ തന്നെ ഒട്ടും നിരാശപ്പെടുത്താതെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഒരു ടൈഗർ സൈറ്റിംഗ് ലഭിച്ചു. ഏകദേശം 2 വയസ്സ് പ്രായമുള്ള ഒരു പെൺകടുവയാണ്. അല്പം ഷൈ ഉള്ളതിനാൽ പെട്ടെന്ന് തന്നെ ഞങ്ങളിൽ നിന്നും അത് ഓടിമറഞ്ഞു. അങ്ങനെ നാഗർഹോളെ ടൈഗർ റിസർവിലെ കബനി നാനാച്ചി സഫാരിയുടെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നാനാച്ചി സഫാരി, കബനി സഫാരി, അങ്ങനെ 2 സഫാരികൾ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. കേരളത്തിലെ പ്രശസ്തരായ 2 വൈൽഡ് ലൈഫ് യൂട്യൂബ് ചാനൽ ഡോട്ട് ബിബി, പിക്കോളിൻസ് ട്രൈബിലെ കോളിൻ, രണ്ടുപേരും കൂടെ നിന്ന് ഈ 2 ദിവസത്തെ സഫാരി 2 ദിവസവും ടൈഗർ സൈറ്റിംഗ് കിട്ടി. നല്ലൊരു അനുഭവമായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. നമുക്ക് നാനച്ചിയിൽ കിട്ടിയത് റെയറായിട്ടുള്ള തീരെ എപ്പോഴും കാണാൻ പറ്റാത്തൊരു ടൈഗറിനെ ആയിരുന്നു. ഒരു 2 വയസ്സോളമുള്ള ഒരു ഫീമെയിൽ സബ്അഡൽറ്റ് ആയിട്ടുള്ളൊരു ടൈഗറിനെ. ഇവിടെ പിന്നെ ഫുഡിങ് കഴിഞ്ഞിട്ട് കബനിയിൽ കിട്ടിയത് ഫുഡിങ് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതും നല്ല സൈറ്റിംഗ് ആയിരുന്നു. ലെപ്പേർഡ് സൈറ്റിംഗ് കിട്ടി. അപ്പോൾ നല്ലൊരു അനുഭവമായിരുന്നു. അപ്പം തീർച്ചയായും
അടുത്ത ട്രിപ്പിൽ വീണ്ടും കാണാം. അടുത്ത ആഫ്രിക്ക അടക്കമുള്ള ട്രിപ്പുകളിൽ ഇനിയും ഞങ്ങൾ ഒരുമിച്ചുണ്ടാവും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷ.